ഒരാഴ്ചത്തെ ഷോർട്ട് ബ്രേക്കിന് ശേഷം നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നടന്ന നമ്മുടെ ഫെലോഷിപ്പിനൊക്കെ പല പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ ഇടയായി തീർന്നു. വളരെ സന്തോഷമായിരുന്നു. നിങ്ങളെയൊക്കെ കാണുവാനും ഒക്കെ ദൈവം സഹായിച്ചു. വളരെ സന്തോഷം. വീണ്ടും കർത്താവ് നമ്മളെ വീണ്ടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ഇന്ന് ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസ് ദൈവം തന്നെ ശക്തമായി ഉപയോഗിക്കാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ശാരീരികമായ അല്പം അസ്വസ്ഥതയൊക്കെ ഉണ്ട്, എങ്കിലും ദൈവം തന്നെ ഇന്ന് രാത്രിയിലും ശക്തീകരിപ്പാൻ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിലത്തെ തന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോട് സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അപ്പ വീണ്ടും കർത്താവേ, അവിടുത്തെ വിശുദ്ധപാദപ്പെടുത്ത കർത്താവേ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവേ, അവിടുത്തെ മക്കളാവ് ഞങ്ങൾക്ക് നന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, തൃപ്പാത്തിരുന്ന കർത്താവേ, ഹല്ലേലൂയ കർത്താവ്, ഞങ്ങൾ വചനം പഠിക്കുമ്പോൾ കർത്താവ് സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, സ്വർഗീയ ജ്ഞാനം ഞങ്ങൾക്ക് നൽകണം കർത്താവേ, സ്വർഗീയ കൃപ നൽകണം. ഹല്ലേലൂയ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന കർത്താവ്, വചനത്തിന്റെ സത്യങ്ങൾ ഗ്രഹിക്കാൻ തക്കവണ്ണം കർത്താവേ, സ്തോത്ര. അതനുസരിച്ച് കർത്താവ് മുന്നോട്ട് ജീവിക്കാനുള്ള കൃപ അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, വചനം പഠിപ്പിക്കുന്ന ദേവദാസന കർത്താവിന്റെ കരം സൗച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ ദിവ്യ ജ്ഞാനം കൊണ്ട് അവിടുന്ന് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വാ തുറക്കുമ്പോ പരിവാര ഘടകങ്കാരി അപ്പൊ വാ തുറക്കും കർത്താവ്, വചനത്തിന്റെ മർമ്മങ്ങൾ കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ ഞങ്ങളോട് സംസാരിക്കാൻ തക്കണം കർത്താവ്, കൃപ കർത്താവ്. ശാരീരമായ അസ്വസ്ഥത ഉണ്ടല്ലോ കർത്താവ്, സ്തോത്ര. കോൾഡ് യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായിട്ട് അത് വിട്ടുപോകണം അപ്പാ, സ്തോത്ര. പൂർണ്ണ സൗഖ്യ ശരീരത്തിൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്തോത്ര. ഹല്ലേലൂയ ചുമയോ കർത്താവ്, ഇതൊന്നും തന്നെ കർത്താവ്, ഹല്ലേലൂയ കടന്നു വരാതിരിക്കത്തക്കണം പുണ്യാഹ രക്തം മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്ന അപ്പാ, സ്തോത്ര. ഹല്ലേലൂയ കർത്താവെ, നന്ദിയോട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, ബൈബിൾ കോളനായിട്ട് കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ സാന്നിധ്യം കൂടിയിരുന്ന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, വിശേഷാൽ കർത്താവ്, സ്തോത്ര. കർത്താവ് കഴിഞ്ഞ ദിവസം കർത്താവ് അവരുടെ മകന്റെ വിവാഹങ്ങളായിരുന്നല്ലോ, സന്തോഷപൂർവ്വം നടക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ കൃപ നൽകിയായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ ദേവദാസന്മാര് കർത്താവിന്റെ കാര്യം സവിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്വർഗീയ ജ്ഞാനം കൃപ കൊണ്ട് കർത്താവ് നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, സ്തോത്ര. ഹല്ലേലൂയ കർത്താവ്, പ്രാർത്ഥന കേട്ടായി സ്തോത്രം. മഹത്വം സ്വർഗത്തിൽ അപ്പം നടക്കുന്ന സർവശക്തനായ കർത്താവ്, യേശുവിന്റെ വിലയേറിയ നാമത്തിൽ അപ്പ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. താങ്ക് യു ബ്രദർ ഹർലോൾഡ്. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ ഡോക്ടർ സാക് വർഗീസിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നിങ്ങളോട് എല്ലാവരോടും ചേർന്നുകൊണ്ട് ഞാനും പാസ്റ്റർ ലാലു ജേക്കബിൻ്റെ മകൻ്റെ വിവാഹത്തിൽ സന്തോഷിക്കുന്നു. വരാൻ ആഗ്രഹമുണ്ടായിരുന്നു, എന്നാൽ സാഹചര്യങ്ങൾ കൊണ്ട് വരാൻ സാധിക്കാഞ്ഞത്. പ്രൈസ് ഗാഡ്. വളരെ ഭംഗിയായിട്ട് എല്ലാം നടന്നു എന്ന് കേട്ടതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ ആഗതരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഇന്ന് രാത്രി ഈ വചനം കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവവചനം നമുക്ക് ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കാം, കേൾക്കാം. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് പ്രായോഗികമാക്കി തീർക്കുവാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ഇന്ന് രാത്രി തുറക്കുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ ഭാഗത്തിൻ്റെ ഒരു മുഖവരയായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചത്. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊർന്നല്യോസ് എന്ന് പറയുന്ന ആ ഒരു ജാതീയ വ്യക്തി ആ കുടുംബമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളായിട്ടുള്ള പലരും ഒരുമിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന ഒരനുഭവം ആണ് നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ കാണുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞല്ലോ, അപ്പോസ്തല പ്രവൃത്തിയുടെ 28 അധ്യായങ്ങളെ അതിൻ്റെ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് ഭാഗിക്കാം, പഠിക്കുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടി. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ സഭ യെരുശലേമിലും യഹൂദിയായിലും സമറിയായിലും വ്യാപരിച്ചു എന്നുള്ള
ഒരു പ്രധാന വിഷയമാണ് ആദ്യത്തെ 8-ാം അധ്യായത്തിൽ കൂടെ നമ്മൾ കാണുന്നത്. 10 മുതൽ പിന്നോട്ട് വരെയുള്ള ബാക്കിയുള്ള അധ്യായങ്ങൾ ഈ സഭ, ക്രിസ്തീയ സഭ, ദൈവത്തിൻ്റെ സഭ, അത് ഈ യെരുശലേമിലും യഹൂദ്യയിലും ശമറിയയിലും മാത്രമല്ല, ഭൂലോകത്തിൻ്റെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ പ്രവചന പൂർത്തീകരണമായിട്ട് സഭ ശമറിയ വിട്ട് ലോകത്തിൻ്റെ അറ്റങ്ങളിലേക്ക് മാറുകയാണ്. അതാണ് 10 മുതലുള്ള 22 വരെയുള്ള അധ്യായങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യമായ ഒരു വിഷയമാണ് 9-ാം അധ്യായം. ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഭ ലോകത്തിൽ എമ്പാടും എത്തത്തക്കവണ്ണം, സഭയെ കൊണ്ടുപോകത്തക്കവണ്ണം വേറൊരു അപ്പോസ്തലനെ കർത്താവ് ഒരുക്കി. പ്രൈസ്. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസിൻ്റെയോ മറ്റ് അപ്പോസ്തലന്മാരുടെയോ പ്രവർത്തനങ്ങൾ കുറഞ്ഞു പോയെന്ന് വിചാരിക്കരുത്. അവരെല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പോയി സുവിശേഷം അറിയിച്ചു. അങ്ങനെയാണല്ലോ അപ്പോസ്തലനായ തോമസ് ഇന്ത്യയിൽ വരുവാനും ഇന്ത്യയെ സുവിശേഷീകരിക്കാനും ഒക്കെയും സാധിച്ചു. അതുകൊണ്ട് പൗലോസിനെ ഒരു പ്രത്യേക രീതിയിൽ കർത്താവ് ആ സമയത്ത് രൂപാന്തരപ്പെടുത്തി എടുത്ത് സഭയുടെ കെട്ടുമണിക്ക് വേണ്ടി കാണിച്ചു. അത് വൈദ്യനായിരുന്ന ലൂക്കോസ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ വിവരങ്ങളൊക്കെ എഴുതുവാനും നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു. ആരെങ്കിലും അതുപോലെ മറ്റുള്ള അപ്പോസ്തലന്മാരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അനേക കാര്യങ്ങൾ അവർ ചെയ്തത് നമുക്ക് പഠിക്കാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഈ തന്ന വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 3 ഭാഗമാണ് ഈ അപ്പോസ്തല പ്രവർത്തികൾ നമ്മൾ കാണുന്നത്. അതിൻ്റെ മധ്യത്തിലായിട്ടാണ് ശൗലിൻ്റെ മാനസാന്തരം നമ്മളെ കാണാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കർത്താവ് ഒരു ദൂതനെ അയച്ച് ഈ സെഞ്ചൂറിയൻ കൊർന്നലിയോസ് എന്ന് പറയുന്ന ശതാധിപനെ പ്രത്യക്ഷപ്പെട്ട്, നീ പത്രോസ് എന്ന് പറയുന്ന ശീമോനെ വിളിക്കുക, അവൻ വന്ന് നിന്നോട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദാനങ്ങളും എൻ്റെ സന്നിധിയിൽ ഒരു സ്മാരകമായിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ നീ ആളയച്ച് ശീമോൻ എന്ന് പറയുന്ന പത്രോസിനെ കൊണ്ടുവരിക, അവൻ നിന്നോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും എന്ന്. അതെന്താണ് പറയേണ്ടതെന്നൊന്നും പറയാതെ, നമുക്കറിയാം, ഇപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ അറിയാം അത് രക്ഷയെക്കുറിച്ചുള്ള കാര്യമാണ്. എന്നാൽ അതെന്താണെന്ന് അന്നേരം പറയാതെ ഈ ദൂതൻ കൊർന്നേലിയോസിനെ സംസാരിച്ച് പത്രോസിനെ വിളിക്കാൻ ആളിനെ വിളിച്ച് പത്രോസ് ഇപ്പോൾ ഇതാ വീട്ടിൽ വന്നിരിക്കുന്ന ആ ഭാഗത്താണ് കഴിഞ്ഞ ആഴ്ചയിലെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഈ പഠനം അവസാനിച്ചത്. ഇതുകൊണ്ട് ഇന്ന് രാത്രി നമ്മളതിനെ തുടർച്ചയായിട്ട് വായിക്കുകയാണ്. ഇന്ന് ഞാൻ വായനയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് ആരെയും പറഞ്ഞില്ലെങ്കിലും നമുക്ക് 3-4 വ്യക്തികൾ നമ്മുടെ ഇത് വായിക്കാനുണ്ട്. അതുകൊണ്ട് ആദ്യമായിട്ട് സുജ ഇതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ 48 വാക്യങ്ങൾ വായിക്കും. അപ്പോൾ പത്രോസ് വായ് തുറന്നു പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏതു ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാന സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ടും അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. യഹൂദിയ ദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ ആകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുന്നുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു.
സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട് എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനോട് കൂടെ വന്ന പരിച്ഛേദനക്കാരനായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേല് പകർന്നതുകൊണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു. കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞു. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവർ ചില ദിവസം അവിടെ താമസിക്കണം എന്നും അവർ അപേക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ അനേക കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ നമ്മുടെ ക്ലാസ്സുകൾ ഏകദേശം സെമസ്റ്റർ തീരാറുള്ള സമയമായതുകൊണ്ട് ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോകാതെ ഏതാനും ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മുമ്പോട്ട് പോകാം. 3 കാര്യങ്ങൾ ഈ ഭാഗത്ത് ഈ 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിൽ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, അവിടുത്തെ പ്രധാനമായ വിഷയം പത്രോസിൻ്റെ സന്ദേശമാണ്. ഇവിടെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ വന്ന് പ്രൈസലോ ഇവിടെ 33 വാക്യം വായിക്കുമ്പോൾ So I sent you immediately and you have done well to come. Now therefore we are all present before God to hear all the things commanded you by God. ഈ കൊർന്നേലിയോസ് പത്രോസ് അവിടെ വന്നപ്പോൾ എന്തിനാണ് എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ താൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനമായിട്ട് പറയുകയാണ്, ദൈവം നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇതാ വന്നിരിക്കുകയാണ്. ദൈവം ഞങ്ങളോട് പറയാൻ വേണ്ടി നിന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുക. അതിന് മറുപടിയായിട്ടാണ് 34 വാക്യം മുതലുള്ള 42 വാക്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ആദ്യത്തെ ഭാഗം പത്രോസിൻ്റെ സന്ദേശം, അത് 43 വരെയുള്ള വാക്യങ്ങൾ, 34 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ പത്രോസിൻ്റെ സന്ദേശമാണ്. പുറജാതികളോടും അവിശ്വാസികളോടും ദൈവവചനം സംസാരിക്കാൻ വേണ്ടി വളരെയധികം നല്ല ഒരു മോഡൽ പ്രസംഗമാണ് ഈ പ്രസംഗം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാളിൽ പത്രോസ് സംസാരിച്ച വിഷയം യഹൂദന്മാരോടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ കൗൺസിൽ സംസാരിക്കുന്നതും യഹൂദന്മാരോടായിരുന്നു. എന്നാൽ ഈ പ്രസംഗം അവിശ്വാസികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് സുവിശേഷ പ്രവർത്തനത്തിൽ ആഗ്രഹമുള്ളവരും ആയിരിക്കുന്ന വ്യക്തികൾക്ക് വളരെ അധികം പ്രയോജനപ്പെടുന്ന ഒരു വേദഭാഗം, ഒരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം ഈ പുറജാതികൾക്ക് ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് രണ്ടാമത്തെ വിഷയം ഇവിടുത്തെ ഈ വാക്യങ്ങളിൽ. മൂന്നാമത്തെ വിഷയം വിശ്വാസ സ്നാനം. അതിനുശേഷമായിട്ട് അവർ സ്നാനപ്പെടുന്നതായിട്ട് നമുക്ക് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 3 വിഷയങ്ങളാണ് ഇന്ന് രാത്രി നമുക്ക് സംസാരിക്കേണ്ടത്. ഒന്നാമത് പത്രോസിൻ്റെ സന്ദേശം. എന്താണ് പത്രോസിൻ്റെ സന്ദേശം? ഇതിലെ പത്രോസിൻ്റെ സന്ദേശത്തെക്കുറിച്ച് പറയുമ്പോൾ 34 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ സന്ദേശമാണ്. അത് ഓരോ സന്ദേശത്തിൻ്റെ ഓരോ വാക്യങ്ങളും എടുത്ത് ഒരു പ്രസംഗമായിട്ട് സംസാരിക്കാൻ, അല്ലെ പല പ്രസംഗങ്ങളായിട്ട് സംസാരിക്കാനുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് രാത്രി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ആദ്യമായിട്ട് അപ്പോൾ ഈ പത്രോസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഒരു വീണ്ടെടുപ്പിൻ്റെ സന്ദേശമാണ്. എങ്ങനെയാണ് പാപിയായ ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കാതെ ഇപ്പോഴും പാപിയായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ അവൻ്റെ പാപത്തിന് മോചനം കിട്ടി അവനൊരു ദൈവപൈതലായി തീരുവാൻ സാധിക്കുമെന്നുള്ള വീണ്ടെടുപ്പിൻ്റെ രക്ഷയുടെ സുവിശേഷമാണ് ഈ ഭവനത്തിലെ ഈ പത്രോസ് പറയുന്നത്. അതിൻ്റെ ആദ്യത്തെ വിഷയം താൻ പറയുന്നത്, Then Peter opened his mouth and said, In truth, I perceive that God has no partiality, but in every nation, whoever fears him and works righteousness is accepted by him. ദൈവത്തിന് രക്ഷ എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഉള്ള കാര്യത്തിൽ ദൈവത്തിന് ഒരു പക്ഷപാതവുമില്ല.
ഇത് പത്രോസ് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ യോപ്പയിൽ വന്ന് അവിടെ താമസിക്കുന്നതിന് മുമ്പ് വരെയും പത്രോസിൻ്റെ ജീവിതത്തിലും അന്നുണ്ടായിരുന്ന എല്ലാ അപ്പോസ്തലന്മാരുടെയും വിശ്വാസികളുടെയും ചിന്താഗതി എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷ യഹൂദന് മാത്രമാണെന്നാണ്. അതിന് പുറത്തുള്ള രക്ഷയെക്കുറിച്ച് അവർക്കാർക്കും ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല. രക്ഷ യേശുക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ യഹൂദന് മാത്രമാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം ഒരു പ്രത്യേക വിഷനിൽ കൂടി, ഒരു ദർശനത്തിൽ കൂടി പത്രോസിനെ പഠിപ്പിച്ചത്. അങ്ങനല്ല, പ്രൈസ് ദി ലോർഡ്. ഏത് ജാതി ആയിരുന്നാലും, എവിടെ ആയിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, ഒരു ദൈവത്തെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, രക്ഷയ്ക്കായിട്ട് വരുമ്പോൾ യാതൊരു ദൈവത്തിന് ഒരു പക്ഷപാതവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. ബട്ട് ഇൻ എവരി നേഷൻ ഹൂഎവർ ഫിയേഴ്സ് ഹിം ആൻഡ് വർക്ക്സ് റൈറ്റ്യസ്നെസ്. ദൈവത്തെ ഏതൊരു ഭാഷക്കാരനോ ജാതിക്കാരനോ രാജ്യക്കാരനോ ആയിരുന്നാലും ദൈവത്തെ യഥാർത്ഥമായിട്ട് അന്വേഷിച്ച് ദൈവപ്രവൃത്തി ചെയ്യുന്നവനെ, ദൈവവചനപ്രകാരം സമർപ്പിക്കുന്നവനെ രക്ഷിക്കാൻ ദൈവത്തിന് താല്പര്യമാണ്. അത് ഇപ്പോൾ ഞാൻ അറിയുന്നുവെന്ന് പത്രോസ് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് അതിൻ്റെ ആദ്യത്തെ വിഷയം. അതാണ് കാരണം. ഈ ഭവനത്തിലോട്ട് കയറിയപ്പോൾ തന്നെ പത്രോസ് പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ ഞാനൊരു യഹൂദനാണ്. ഇസ്രായേലിൻ്റെ നിയമപ്രകാരം, അവരുടെ ലോ പ്രകാരം നിന്റെ വീട്ടിൽ പോലും കയറുവാൻ ഞാൻ അതിന് മനസ്സുള്ളവനല്ല. യഹൂദൻ അത് അനുവദിച്ചിട്ടില്ല. എന്നാൽ ആരെയും ഒരു 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 തീജമായ ഒരു കാര്യമെന്ന് വിചാരിക്കരുത് എന്ന് ദൈവം എന്നെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാനിതാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീതി പ്രവർത്തിക്കുന്ന ഏത് രാജ്യക്കാരനായിരുന്നാലും ജാതിക്കാരനായിരുന്നാലും ഭാഷക്കാരനായിരുന്നാലും രക്ഷ എന്നുള്ള വിഷയത്തിൽ വരുമ്പോൾ ദൈവം അവനെ രക്ഷിക്കുവാൻ താല്പര്യമുള്ളവനാണെന്ന് താൻ അതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് താൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ഈ രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് താൻ വളരെ ഉയർത്തിക്കാണ്. യേശു ക്രിസ്തുവാണ് തൻ്റെ വിഷയം. ഇവിടെ അവൻ രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എൻ്റെ 36 വാക്യത്തിൽ, ദ വേർഡ് വിച്ച് ഗാഡ് സെൻഡ് ടു ദ ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ preaching peace through Jesus Christ, he is Lord of all. ദൈവം ഇസ്രായേൽ മക്കൾക്ക് യേശു ക്രിസ്തുവിൽ കൂടി ഒരു സുവിശേഷം അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് താൻ പറയുകയാണ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. അവൻ യേശു ക്രിസ്തു അവൻ എല്ലാവരുടെയും കർത്താവാണ്. യേശു ക്രിസ്തു എല്ലാത്തിൻ്റെയും കർത്താവാണ്. അതാണ് തൻ്റെ ഏറ്റവും വിഷയത്തിന് അവിടുത്തെ പ്രസംഗത്തിൻ്റെ ഈ മുഖവര കഴിഞ്ഞതിന് ശേഷം ഉള്ള തൻ്റെ വിഷയം ഓർത്തു നോക്കണേ. ഏറ്റവും കാതലായ വിഷയമാണ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. അതുകൊണ്ടാണ് നമ്മൾ ആ ഇംഗ്ലീഷ് പാട്ട് വളരെ ഭംഗിയായിട്ട് പാടും, ഹി ഈസ് ലോർഡ്, ഹി ഈസ് ലോർഡ്, എവരി നീ ഷാൽ ബൗ, എവരി ടങ് ഷാൽ കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. ആ വിഷയം തന്നെയാണ് ഇവിടെ പത്രോസ് പറയുന്നത്. യേശു ക്രിസ്തു എല്ലാവരുടെയും എല്ലാത്തിൻ്റെയും കർത്താവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനൊരല്പസമയം എടുത്ത വിഷയങ്ങളൊന്ന് സംസാരിക്കാൻ ഞാനും താല്പര്യപ്പെടുകയാണ്. എന്താണ് യേശു ക്രിസ്തു എല്ലാത്തിൻ്റെയും ഈസ് ലോർഡ് ഓഫ് ഓൾ, കർത്താവെന്ന് പറയുന്നതിൻ്റെ കാരണം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 5 സിസ്റ്റർ വായിച്ചായിട്ട് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. 5 സിസ്റ്റർ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വായിച്ചു. പ്രൈസ് ദി ലോർഡ്. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് അവന് എല്ലാത്തിന്മേലും അധികാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ സൃഷ്ടി അതിന്റെ 18-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. യേശു അടുത്തു ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും
സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. മതി. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് അവൻ ആദ്യമായിട്ട് പറയുന്ന വിഷയം. യേശുക്രിസ്തുവിനെ പറയുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എല്ലാത്തിന്മേലും അധികാരമുള്ള, സ്വർഗത്തിലുള്ള എല്ലാ ജീവിക്കുന്ന എല്ലാ ഇതിന്മേലും, അത് ദൂതന്മാരും എല്ലാം ഉൾപ്പെടെ, അതുകൂടാതെ ഭൂമിയിലുള്ളവരെ എല്ലാത്തിന്മേലും, ഓൾ അതോറിറ്റി ഹാസ് ഗിവൺ ടു മീ ഇൻ ഹെവൻ ആൻഡ് ഇൻ എർത്ത്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ അധികാരമുള്ള വേറൊരു വ്യക്തിയും ഇതേവരെ ഉണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദാറ്റ് ഈസ് ഹിസ് പോയിന്റ്. അതുകൊണ്ടാണ് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ ബിക്കോസ് he has the authority. He is the only one who has the authority over all things in heaven and on earth. ഇനി നമുക്ക് വേറൊരു വാക്യം വായിക്കാം. നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ അഞ്ജു സിസ്റ്റർ വായിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയ സൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ഒരു മിനിറ്റ് നിർത്തേ. അവസാന ഭാഗം ഒന്നുള്ളത് ഇപ്പം വായിച്ച വാക്യത്തിന്റെ അവസാന ഭാഗം. ഇത് പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയിലെ ഒരു വിഷയമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതൊന്നുകൂടെ ഒന്ന് വായിച്ചായിട്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. അത് ഒരു വലിയൊരു വാക്യമാണ്. വാട്ട് ആർ ദ റിച്ചസ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഹിസ് ഇൻഹെറിറ്റൻസ് ഈസ് എക്സീഡിങ് ഗ്രേറ്റ്നെസ് ഓഫ് ഹിസ് പവർ. എക്സീഡിങ് ഗ്രേറ്റ്നെസ്, അവന്റെ ശക്തിയുടെ അളവറ്റ അവന്റെ ശക്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് യേശു ക്രിസ്തു ലോർഡ് ഓഫ് ഓൾ. അവൻ കർത്താവാണ് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന വിഷയമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഹീസ് ലോർഡ് ഓഫ് ഓൾ, അവന്റെ അളവറ്റ ശക്തി. ഇനിയും വായിച്ചാൽ നിർത്തി വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. 20-ാം വാക്യം മുതൽ. അങ്ങനെ അവൻ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിനും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. മതി. ഇവിടെ ഈ പറഞ്ഞ വാക്കുകൾ ഓരോന്നും എടുത്ത് ഒരു മെസ്സേജായിട്ട് സംസാരിക്കാനുള്ള അഗാധമായ ആലോചനകളാണ് ഇതിനകത്തുള്ളത്. ഞാൻ ഒന്ന് വായിക്കാം. which he worked in Christ when he raised him from dead and seated him at his right hand in the heavenly places. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലും ഭൂമിക്കും എല്ലാത്തിനും അവൻ മേലധികാരിയാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് 21-ാം വരുത്തേക്ക് ഫാർ അബവ് ഓൾ പ്രിൻസിപ്പാലിറ്റി, ഓൾ പവർ, ഓൾ മൈറ്റ്, ഓൾ ഡൊമീനിയൻ. എല്ലാവിധമായ പ്രിൻസിപ്പാലിറ്റിക്കും പവേഴ്സിനും എന്ന് പറഞ്ഞാൽ പിശാചുക്കളും ഡീമൻസും എല്ലാം ഉൾപ്പെടുന്ന ഈ ലോകവും അധോലോകവും ഭൂലോകവും എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു
എന്ന് താൻ ഇവിടെ കാണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതുകൂടാതെ വരുമ്പോൾ ആൻഡ് ഹീ പുട്ട് ഓൾ തിങ്സ് അണ്ടർ ഹിസ് ഫീറ്റ്, അവൻ്റെ കാലിൻ്റെ അടിയിൽ എല്ലാം ദൈവം വെച്ചു. പ്രൈസ് ലോർഡ്. എന്ന് പറഞ്ഞാൽ പത്രോസ് യേശു കർത്താവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയൊരു കാര്യം താൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ചുമ്മാതെ ഞാൻ യേശു കർത്താവ് എന്ന് പറയുന്നതല്ല, പിന്നെയോ അവൻ സ്വർഗത്തിൽ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മേധാവായിട്ടിരിക്കുന്നു. ഈ ലോകത്തിനും എല്ലാ ലോകത്തിനുമുള്ള സകലത്തിന്മേലും അവൻ അധികാരിയാണ്. ഈ ലോകത്തിൽ വിളിക്കപ്പെട്ട എല്ലാ നാമത്തിലും ഇവിടെ ഈ ലോകത്തിലും അധോലോകത്തിലും എല്ലാ ലോകത്തിലും വിളിക്കപ്പെട്ട സകല നാമത്തിനും മേലാണ് യേശുവിൻ്റെ നാമം. ഇതെല്ലാം പറഞ്ഞിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇതെല്ലാം അവൻ്റെ കാൽക്കീഴെയാണ് വെച്ചേക്കുന്നത്. പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മൾ എന്ത് കാര്യങ്ങളാണ് നമ്മൾ കാൽക്കീഴെ നമ്മൾ വെക്കാറുള്ളത്. നല്ല കാര്യങ്ങളൊന്നും നമ്മൾ കാൽക്കീഴെ നമ്മൾ വെക്കാറില്ല. എന്ന് പറഞ്ഞാൽ ആ ഉന്നതം, വളരെ ഉന്നതനായ ഒരു വ്യക്തിയാണ്, ശക്തിയാണെന്ന് കാണിക്കാൻ വേണ്ടി പൗലോസിന്റെ ഭീഷലേഖനം പറയുകയാണ്. അതേ കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് തൻ്റെ പ്രഭാഷണത്തിൽ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പറയുന്നത്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ, അവൻ എല്ലാത്തിന്മേലും അധികാരമുള്ളവരാണ്. ഇനി നമുക്ക് രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെ വാക്യങ്ങൾ വായിച്ചാൽ എല്ലാവരും. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സർവ്വലോകരുടെയും ഭൂലോകരുടെയും സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. എല്ലാ നാവും, അധോലോകം, ഈ ലോകം, ഭൂലോകം, സ്വർഗലോകം, ഇവിടെ ഉള്ള എല്ലാ എന്തു പറയും, യേശു ക്രിസ്തു കർത്താവ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അതാണ് ഇതിൻ്റെ വിഷയം, ഇവിടുത്തെ വിഷയം. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ആണ് എല്ലാത്തും. ഇവിടെ ഈ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഇത് പറയാനൊരു കാര്യങ്ങളുണ്ട്. ഞാൻ അടുത്ത വാക്യം കൊണ്ട് വായിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയൊരു കാര്യം പറയാം. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുടെ അന്ന് സന്ധ്യയായപ്പോൾ നാം മക്കലേക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിൽ ഇരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റു കാറ്റിനെ ശാസിച്ചു, കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവർ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? താങ്ക് യു. നമ്മുടെ വിഷയം ഇവിടെ എനിക്ക് കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത്, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. ഈ ലോകത്തിലെ, അധോലോകത്തിലെ, ഭൂലോകത്തിലെ, സ്വർലോകങ്ങളിലുള്ള എല്ലാത്തിനും മേലാണ് ഭാഷകള്, വംശങ്ങള്, പിശാചുക്കള്, പ്രിൻസിപ്പാലിറ്റീസ്, പവേഴ്സ്, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, ഏത് എന്താ പേരുണ്ടെങ്കിൽ ആ പേരിൻ്റെ എല്ലാം മീതെയുള്ള പേര്. ഇതിന് ശേഷമായിട്ട് ഒരു കാര്യം കൂടെ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാം. എല്ലാ സൃഷ്ടികളുടെ മേലും അവൻ കർത്താവാണ്. അവിടെ അതിൻ്റെ മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ചപ്പോൾ അവിടെ കടല് വളരെയധികം രൂക്ഷമായിട്ട് ഭയാനകമായ രീതിയിൽ ഓളങ്ങൾ അടിച്ച് മുങ്ങാൻ പോകുന്ന സമയത്ത് അവൻ ഒന്ന് കൽപ്പിച്ചു, ബി കാം. ഒരു വാക്കുകൊണ്ട് ആ കടൽ അത് ശാന്തമായി തീർന്നു. അത്രമാത്രം ഭൂലോകത്തിലുള്ള സകലത്തിന്മേലും അധികാരമുള്ളവനായ യേശുവാണ്, അവൻ എല്ലാത്തിനും കർത്താവാണ് എന്ന് താൻ കാണിച്ചു കൊടുക്കുകയാണ്. എൻ്റെ വിഷയം ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. പ്രൈസ് ലോർഡ്. ഇനി ഇവിടെ ഒരു വിഷയം ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ. എന്താണ് ഈ പത്രോസ് ഈ വിഷയം ഇത്ര കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയം? ഈ മനുഷ്യൻ കൊർന്നല്യോസ് ഒരു ശതാധിപനാണ്. അവൻ അധികാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് ഇവിടെ പത്രോസ് കാണിക്കുന്ന കാര്യം.
നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. വേറൊരു ശതാധിപൻ തൻ്റെ തൻ്റെ ദാസൻ്റെ സൗഖ്യത്തിനു വേണ്ടി യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? യേശു പറഞ്ഞു, ഞാൻ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ആ ശതാധിപൻ പറഞ്ഞത്? കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനല്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസൻ സൗഖ്യമാകും. ഞാനും ഒരു അധികാരമുള്ളവനാണ്. ഞാൻ ഒരുത്തനോട് പോകാ എന്ന് പറഞ്ഞാൽ അവൻ പോകും, വരാ എന്ന് പറഞ്ഞാൽ വരും എന്ന് പറഞ്ഞാൽ ആ ശതാധിപന് മനസ്സിലായി യേശുവിൻ്റെ അധികാരം എന്താണെന്ന്. യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ ആ വാക്കിന് ലോകം മുഴുവനും അനുകൂലമായി തീരും എന്ന് ആ ശതാധിപന് അറിയാമായിരുന്നു. അതുപോലെ തന്നെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ കൊർന്നല്യോസിന് കൂടെ കൊർന്നല്യോസിൻ്റെ ഫ്രണ്ട്സും അതുപോലെ വേറെ പല പട്ടാളക്കാരും റോമൻ നേതാക്കളൊക്കെയും ഒരു പക്ഷെങ്കിൽ അവിടെ കാണാമായിരിക്കാം. അവർക്ക് വ്യക്തമായ ഒരു വിഷയമാണ് റോമാ സാമ്രാജ്യമല്ല, അതിലും അപ്പുറമായി അതിൻ്റെ ആയിരക്കണക്കിനപ്പുറേ ശക്തിയുള്ളവനായ സാമ്രാജ്യത്തിൻ്റെ നേതാവും അതിൻ്റെ സൃഷ്ടാവും അതിൻ്റെ കർത്താവുമാണ് യേശു എന്ന് തൻ്റെ പ്രഭാഷണത്തിൽ താൻ കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കൈ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. അവൻ എല്ലാത്തിനും മേലെ ദൈവമാണ്. ഇത് ക്ലാസ് ആണെന്നാലും ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ദൈവ പൈതലെ, എല്ലാത്തിനും, എല്ലാ രോഗങ്ങൾക്കും, എല്ലാ നാമങ്ങൾക്കും, ഈ ഒരു രോഗത്തിൻ്റെ പേരുണ്ടല്ലോ, ഒന്നിൽ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ ഡയബറ്റിക്സ്, അല്ലെങ്കിൽ ക്യാൻസർ, ഈ പേരിന് എല്ലാം മേളിലാണ് യേശുവിൻ്റെ പേര്. ഹല്ലേലൂയ. എല്ലാ നാമത്തിനും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ വിഷയങ്ങൾക്കും മുകളിലായിട്ട് യേശുവിൻ്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് മാറ്റാൻ ശക്തിയുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മൾ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രണ്ടാമത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ തന്നെ പ്രഭാഷണത്തിൻ്റെ ഒരു ആദ്യത്തെ ഭാഗമാണ് നമ്മൾ സംസാരിച്ചത്. ദൈവത്തിന് പക്ഷപാതമില്ല. രണ്ടാമത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് താൻ പറയുന്ന വേറൊരു വിഷയം, നസ്രാനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഗാഡ് അനോയിന്റഡ് ജീസസ് ഓഫ് നാസറത്ത് വിത്ത് പവർ, വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വിട്ടുപോകരുത്. യെരുശലേമിൽ എൻ്റെ പിതാവിൽ നിന്നുള്ള ആ വാഗ്ദത്തം ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. യു വിൽ റിസീവ് പവർ ഫ്രം എബവ്. നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഈ ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രൈസ് ദി ലോർഡ്. ആ സാക്ഷീകരണത്തിന് വേണ്ടിയുള്ള ശക്തി പരിശുദ്ധാത്മ ശക്തിയാണ്. ആ പരിശുദ്ധാത്മാവിൽ ആണ് യേശുവും പ്രവർത്തിച്ചത് എന്ന് താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ക്രിസ്തു സ്നാനപ്പെട്ടതിന് ശേഷം യോർദാനിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മ ശക്തി അവൻ്റെ മേൽ വന്നു. അവർ പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയിൽ 40 ദിവസം അവൻ ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്ന് ഉപവാസത്തിന് ശേഷം വീണ്ടും അവിടെ ഇരിക്കുന്നു. അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആത്മശക്തിയിലാണ് യേശു ക്രിസ്തു പ്രവർത്തിച്ചത് മുഴുവനും. ഹല്ലേലൂയ. പത്രോസിൻ്റെ പെന്തക്കോസ്ത് നാളിലെ പ്രഭാഷണത്തിലും താൻ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ അവിടെ how God attested Jesus of Nazareth with the signs and wonders and miracles. എങ്ങനെയാണ് അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തത്? അതേ വിഷയം ഈ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലും ഈ പത്രോസ് പറയുകയാണ്, ദൈവം യേശു ക്രിസ്തുവിനെ പരിശുദ്ധാത്മാവ് കൊണ്ട് അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ആ അഭിഷേകം കൊണ്ട് 38-39 വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ്. that he went around doing good and healing the sick and casting the demons out. Praise the Lord. അങ്ങനെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവൻ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പെട്ടെന്ന് അതൊന്ന് വായിച്ച് നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം ആർക്കെങ്കിലും മലയാളത്തിൽ ഉണ്ടെന്ന് വായിച്ചു. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ദൈവം പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും
പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും വായിച്ചാട്ടെ. സഞ്ചരിതമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഈ നസ്രായനായ യേശു ക്രിസ്തുവിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത യേശു ക്രിസ്തുവിനെ കൊണ്ട് എങ്ങനെ ദൈവം അവൻ നൽപ്രവർത്തികൾ ചെയ്ത് മറ്റുള്ളവരെ സൗഖ്യമാക്കിയ വിവരങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എന്നാണ് താൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം യേശുവിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ വിഷയം താൻ ഇവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇവർക്കെല്ലാം അറിയാം, ഇവരെ സെസറിയയിൽ താമസിക്കുന്നവരാണ്. യെറുശലേമിലും ജുഡിയായിലും ശമറിയായിലും ഗലീലയിലും ഒക്കെയും യേശു പോയതും രോഗികളെ സൗഖ്യമാക്കിയതും ഭൂതങ്ങളെ പുറത്താക്കിയതും ഒക്കെയും ഈ ശതാധിപനും അവരുടെ കുടുംബത്തിനും ആ സ്ഥലത്തുള്ള എല്ലാവർക്കും പറയാം. താൻ അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ പിശാച് പീഡിപ്പിച്ചവരെ എല്ലാം സുഖപ്പെടുത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് യേശുക്രിസ്തുവിൻ്റെ ആ ശക്തിയെക്കുറിച്ച് താൻ കാണിക്കുകയാണ്. ഈ യേശുക്രിസ്തു എന്ന് പറയുന്നത് താൻ വെറൊരു മനുഷ്യനല്ല, മറ്റുള്ള ദൈവങ്ങളാണെന്ന് പറഞ്ഞ ദൈവങ്ങളെപ്പോലുള്ള ദൈവങ്ങളല്ല. പിന്നെയോ അവൻ ഇന്ന് ഇതാ വലിയ ശക്തിമാനായ ഒരു ദൈവമാണ് എന്ന് താൻ കാണിക്കുകയാണ്. അവനെപ്പോലെയുള്ള വേറൊരു ദൈവമില്ല എന്നുള്ള ഒരു വിഷയത്തിലാണ് താൻ നിൽക്കുന്നത്. ഇനിയും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അടുത്ത വാക്യം താൻ പറയുമ്പോൾ, എന്നാൽ യഹൂദദേശത്തിലും യെരൂശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. ഇത് പറഞ്ഞിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ. ആ സംഭവങ്ങളൊരു സാക്ഷിയാണ്. അതിനുശേഷം പർത്തോസ് പറയുകയാണ്, അത് മാത്രമല്ല ഞങ്ങളും സാക്ഷികളാണ്. ഇതിനെല്ലാം ഞങ്ങൾ കണ്ട കാര്യങ്ങളാണ്, ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. ഐ വിറ്റ്നസസ് ഫോർ ഓൾ ദീസ് വർക്ക്. വായിച്ചാൽ സിസ്റ്റർ. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിനുമല്ല, ദൈവം മുമ്പ് കൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നു കുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. മതി ഒരു നിമിഷം. ഇവിടെ പത്രോസ് വീണ്ടും ഒരു വലിയ കാര്യം കാണിക്കുകയാണ്. ഇവൻ ലോകത്തിൽ വന്ന് മരിച്ചു. ആ മരണത്തിൽ കൂടി രക്ഷയുടെ അനുഭവത്തെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് സംസാരിച്ചതിന് ശേഷം താൻ പറയുകയാണ്, അവരവനെ ക്രൂശിച്ചു, അവരവനെ അടക്കി, എന്നാൽ ദൈവം അവനെ ഉയർപ്പിച്ചു. അതിനെ ഉയർപ്പിച്ചതിന് ശേഷം അവൻ അനേകർക്ക് പ്രത്യക്ഷമായി. എന്നാൽ പ്രത്യേകിച്ച് പ്രത്യക്ഷമായത് അവനോടുകൂടി തിന്നു കുടിച്ച് നടന്ന ഞങ്ങൾക്ക് അവൻ പ്രത്യക്ഷനായി. ഞങ്ങൾ ദൃക്സാക്ഷികളാണ്, കണ്ടവരാണ്, ഞങ്ങൾ കണ്ണിനാൽ കണ്ടതാണെന്ന് താൻ ധൈര്യത്തോടെ അവിടെ പ്രഖ്യാപിക്കുകയാണ്. ഇനിയും പറഞ്ഞാൽ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. മതി, ഒരു വാക്ക് നിർത്തിയാണ്. സാധാരണ നമ്മളെല്ലാം സുവിശേഷം പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാറുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കൂടെയുള്ള ആ രക്ഷ, താൻ ക്രൂശന്മേൽ മരിച്ച് തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത പാപത്തിൽ നിന്ന് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച ആ ശുദ്ധീകരണത്തെക്കുറിച്ചും രക്ഷയെക്കുറിച്ചും നമ്മൾ സംസാരിക്കാറുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ വളരെ നമ്മൾ സംസാരിക്കാത്ത ഒരു വിഷയമാണ് ഈ യേശു, ദിസ് ജീസസ്. He commanded us to preach to you and tell you that it is this Jesus. He will come to judge the dead and the living. മരിച്ചവരെയും ജീവനുള്ളവരെയും ന്യായം വിധിക്കാൻ വേണ്ടി ന്യായാധിപനായവൻ ഇവനാണെന്ന് ജനത്തോട് സംസാരിക്കാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പൈതലേ, സുവിശേഷത്തിൽ നമ്മളെപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവിനെക്കുറിച്ച് സംസാരിക്കുമെങ്കിലും തൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നമ്മൾ വളരെയധികം സംസാരിക്കാറില്ല. ഈ ദിവസങ്ങളിലായിട്ട് ഈ വചനം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഈ ഒരു പ്രത്യേക ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഫസ്റ്റ് ആഡ്വെന്റ്, ആദ്യത്തെ വരവ് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. തൻ്റെ രണ്ടാമത്തെ വരവ് ഇനി പാപികളെ രക്ഷിക്കാൻ വേണ്ടിയല്ല, ഈ മനുഷ്യരെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. അന്ന് രക്ഷയില്ല. അതുകൊണ്ട്
വളരെയധികം സ്പഷ്ടമായിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. ദൈവം ഇനിയും കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവൻ രക്ഷിതാവായിട്ടല്ല വരുന്നത്, അവൻ ന്യായാധിപതിയായിട്ടാണ് വരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ആ വിഷയം താൻ ഇവ കൊർന്നല്യോസിന്റെ ഭാഗത്തിൽ പറയുകയാണ്. ഈ യേശു വന്നു, അവൻ്റെ രക്തത്തിൽ നിങ്ങളെ കഴുകി നമ്മളെ രക്ഷിക്കാൻ കഴിവുണ്ട്, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, അവൻ വിശ്വസിക്കുന്നവർക്കെല്ലാം രക്ഷയുണ്ടെന്നെല്ലാം പറഞ്ഞതിന് ശേഷമായിട്ട് പറയുകയാണ്, ഈ യേശു വീണ്ടും വരും, അവൻ വരുമ്പോൾ അവൻ ന്യായാധിപതിയായിട്ട് വരും എന്ന് പറഞ്ഞാൽ അവനിൽ വിശ്വസിക്കാത്തവർക്കൊരു ന്യായവിധി ഉണ്ട് എന്നുള്ളത് ഇവരെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഇനി ഞാൻ വാക്യങ്ങൾ വായിച്ചാട്ടെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. മതി. പ്രൈസ് ലോർഡ്. അത് ഇതെല്ലാം കൂടെ പറഞ്ഞതിന് ശേഷം മനോഹരമായ ഒരു പ്രഭാഷണമാണ് നോക്കണം. ആ യേശു ക്രിസ്തുവിന് യാതൊരു പക്ഷപാതവുമില്ല. അവനിൽ വിശ്വസിക്കുന്ന ഏവനും ഒരു പക്ഷപാതവും, ഏത് ജാതി ആയിരുന്നാലും, ഏത് ഭാഷക്കാരനായിരുന്നാലും, എത്ര കഴിവുള്ളവനായാലും കഴിവില്ലാത്തവനായിരുന്നാലും, ബലവാനായിരുന്നും ബലഹീനനായിരുന്നാലും, റിച്ച് ആയിരുന്നാലും പൂവറായ ഒന്നും പ്രശ്നമല്ല. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട് എന്ന് ശക്തിയായിട്ട് സംസാരിച്ചതിന് ശേഷം ബറാഖോസിയ യേശു ആരാണെന്ന് താൻ സ്പഷ്ടമായിട്ട് കാണിക്കുകയാണ്. ഒരു ഫുൾ ഗാസ്പൽ. ഇവൻ വെറൊരു സാധാരണ വ്യക്തിയല്ല. ഹീസ് ലോർഡ് ഓഫ് ഓൾ. വളരെ ശക്തിമാനായ, ലോകത്തിൽ ആർക്കും ചിന്തിക്കാൻ വയ്യാത്തവണ്ണമുള്ള ശക്തി, സകല രാജ്യങ്ങളുടെ മേലും ശക്തി, സകലത്തിന്മേലും ശക്തി, സകല ചരാചരങ്ങളിന്മേലും ശക്തി, ഭൂലോകത്തിന്മേൽ ശക്തി, അധോലോകത്തിന്മേൽ ശക്തി, സ്വർഗലോകത്തിന്മേൽ ശക്തി, സകല ജീവജാലങ്ങളുടെ മേൽ ശക്തി, ജീവനില്ലാത്ത ഈ ഭൂമിയിലുള്ള എല്ലാത്തിന്മേലും ഉള്ള ശക്തി. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം തൻ്റെ പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ചും തൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും സംസാരിച്ചതിന് ശേഷം പറയുകയാണ്, ഞങ്ങൾ ഇതിന് സാക്ഷികളാണ്. ഇത് വെറും ഒരു സന്ദേശം, ഒരു കഥയല്ല, പിന്നെ ഞങ്ങൾ ദൃക്സാക്ഷികളാണ്, കണ്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശേഷമായിട്ട് പറയുകയാണ്, ഈ യേശു അവൻ വീണ്ടും വരും ന്യായാധിപതിയായിട്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഒരു വലിയ അത്ഭുതം നടന്നു. ഈ സുവിശേഷം പറഞ്ഞ് തീർക്കുമ്പോൾ എന്താണ് നടന്നത്? പിന്നെ സുജാശിഷ് വായിച്ചാട്ടെ, അതിൻ്റെ അടുത്ത 44 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 10:44. അല്ലെങ്കിൽ ആരെങ്കിലും സിസ്റ്റേഴ്സ് വായിച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ പത്രോസിനോടുകൂടെ വന്ന പരിശോധനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവ് എന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവ്. ഇതാണ് നമ്മുടെ ഇന്ന് രണ്ടാമത്തെ വിഷയം. ആദ്യത്തെ വിഷയം എന്തായിരുന്നു? 3 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ 34 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ 3 വിഷയങ്ങൾ. ആദ്യത്തെ വിഷയം പത്രോസിന്റെ പ്രഭാഷണം. രണ്ടാമത്തെ വിഷയം ജാതികളുടെ പരിശുദ്ധാത്മാഭിഷേകം. ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കണം. സാധാരണ ദൈവത്തിൻ്റെ വചനത്തിൽ പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ലഭിക്കുന്നത്? ആദ്യമായിട്ട് പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനോട് അതിൻ്റെ ഫൊർഗിവ്നെസ്, ക്ഷമ ചോദിച്ച് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപത്തെ അവൻ മാറ്റാൻ കഴിവുള്ളവനാണ്, അവൻ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ എൻ്റെ പാപത്തെ മാറ്റും എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് കഴിയുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടു. അതാണ് രക്ഷ. അതിനുശേഷമായിട്ട് കർത്താവിൻ്റെ കൽപ്പനയാണ് രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിക്കാണ് ദൈവത്തിൻ്റെ വചനപ്രകാരം പരിശുദ്ധാത്മാഭിഷേകമുള്ളത്. പത്രോസ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുമ്പോൾ, റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് ആൻഡ് ദെൻ യു ഷാൽ റിസീവ് ദ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട്, അതിനിടയ്ക്ക് മാനസാന്തരപ്പെട്ട് 2 കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്ത് പത്രോസ് അത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. മാനസാന്തരപ്പെട്ട്
രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു എൻ്റെ ഏകരക്ഷിതാവാണെന്ന് വിശ്വസിച്ചാൽ നീ സ്നാനപ്പെട്ടാൽ നിനക്ക് പരിശുദ്ധാത്മാഭിഷേകം ലഭിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, രക്ഷിക്കപ്പെട്ട് വിശ്വാസ സ്നാനം ഏറ്റ വ്യക്തിക്കാണ് പരിശുദ്ധാത്മാഭിഷേകം കിട്ടുന്നത്. എന്നാൽ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പേ എന്ത് സംഭവിച്ചു? അവരുടെ മേൽ പരിശുദ്ധാത്മ ശക്തി വന്നു. അതല്ല നമ്മൾ വായിച്ചത്. 44-ാം വാക്യം, while Peter was still speaking these words, the Holy Spirit fell upon those who heard the word. കേട്ടവരുടെ മേൽ പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. അത് പരിശുദ്ധാത്മാവ് വന്ന് അവർ വെറുതെ കൈയടിച്ചതല്ല. പരിശുദ്ധാത്മാവ് വന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് എന്ത്? and heard the word, those who of the circumcision who believed were astonished as many as with Peter, because the gift of the Holy Spirit had poured out on the Gentiles also, for they heard them speak with the tongues. അവർ അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടപ്പോഴാണ് കൂടെ വന്നവർക്കെല്ലാം മനസ്സിലായത്. കൂടെ വന്ന തൻ്റെ പത്രോസിൻ്റെ കൂടെ വന്ന ഇവർക്കെല്ലാം മനസ്സിലായി ഇവർക്കും ദൈവം പരിശുദ്ധാത്മാവിനെ കൊടുത്തു. കാരണം ഇവിടെ പെന്തക്കോസ്ത് നാളിൽ അന്ന് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അവരെല്ലാം അന്യഭാഷയിൽ സംസാരിച്ചു. അപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്നത് പരിശുദ്ധാത്മ അഭിഷേകത്തിൻ്റെ ഒരു തെളിവാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ രണ്ടാമതായിട്ട് എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ്. 3 സ്ഥലങ്ങളിലാണ് അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് ഈ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. ഒന്ന് പെന്തക്കോസ്ത് നാൾ, ഈ രണ്ടാമതായിട്ട് പരിശുദ്ധാത്മാഭിഷേകം ലഭിച്ചു അന്യഭാഷകൾ സംസാരിച്ചതായിട്ട് എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ ഭാഗമാണ് ഇവിടെ. അത് പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ ഒരു തെളിവാണ്. അപ്പോൾ പുറജാതിക്കാരായിരിക്കുന്ന ഇവർക്കും ദൈവം പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് പ്രൈസാണ് അവർ അന്യഭാഷയിൽ സംസാരിച്ചു. പ്രൈസോ. ഞാനൊരു കാര്യം ചൂണ്ടിക്കാണിക്കാം. അപ്പം നിങ്ങൾ ചോദിക്കാം, പാസ്റ്ററേ അങ്ങനെയാണെങ്കിൽ ഈ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെടാത്തവർക്കും പരിശുദ്ധാത്മാഭിഷേകം കിട്ടുമോ? പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് ദൈവത്തിൻ്റെ കാര്യമാണ്, നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വരിക, പരിശുദ്ധാത്മാഭിഷേകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സോവറിൻ വിത്തിൻ ദ സോവറിൻ അതോറിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ കാര്യത്തിൽപ്പെട്ടതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ കാണിക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഈ വായിക്കുമ്പോൾ ഈ ദൈവം നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്ന്? ആളത് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എന്നാൽ അത് പറയുമ്പോൾ നമുക്കറിയാം. എന്നാൽ ദൈവത്തിന് അവൻ്റെ ഒരാൾ രക്ഷിക്കപ്പെട്ടോ രക്ഷിക്കപ്പെട്ടില്ല എന്നറിയുന്നത് ദൈവം അവൻ്റെ ഹൃദയത്തെ കാണുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അവിടെ ഇരുന്ന കൊർന്നല്യോസിൻ്റെയും കുടുംബത്തിൻ്റെയും അവിടെ വന്നിരുന്ന അവരുടെ സഹോദരങ്ങളും കൂട്ടുകാരുമായിട്ടുള്ള എല്ലാവരുടെയും അവിടെ ഇരുന്നവരുടെ ഹൃദയത്തെ ദൈവം കണ്ടു. പത്രോസ് യേശുവിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവരോട് ഓട്ടക്കോളിന് മുമ്പ് തന്നെ അവർ പറഞ്ഞു, കർത്താവേ ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു എന്നുള്ള ആ പ്രഖ്യാപനം അവരുടെ ഹൃദയത്തിൽ അവർ ചെയ്തതായിട്ട് സ്വർഗം കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തതിൻ്റെ ഒരു വിഷയം. രണ്ടാമതൊരു വിഷയമുണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാഭിഷേകം കൊടുത്തതിൻ്റെ കാര്യം പറയാം. ഈ പരിശുദ്ധാത്മാഭിഷേകം കൊടുത്ത് അന്യഭാഷകൾ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ പത്രോസ് ഇവരെ സ്നാനപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് പറയും കാരണം പത്രോസിൻ്റെ യഹൂദ പാരമ്പര്യത്തിൽ ഒരുപക്ഷെ പറയാം, ആദ്യമേ ഇവർ പരിച്ഛേദന ഏൽക്കണം, അതിന് ശേഷം വേണം പിന്നെ ഇവരെ സ്നാനപ്പെടുത്തുവാൻ എന്നൊരു പക്ഷേ അദ്ദേഹം പറയാമായിരിക്കും. കാരണം അതാണ് പല അധ്യായങ്ങൾ നമ്മൾ മുമ്പോട്ട് വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നൊരു വിഷയം. അതാണ് പരിച്ഛേദന കഴിഞ്ഞ് സ്നാനപ്പെടാവുന്നത്. എന്നാൽ പരിച്ഛേദന കഴിഞ്ഞ് സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ 2 കാര്യങ്ങളെയും ദൈവം മാറ്റി കൊടുത്തിട്ട് ലോകത്തോട് കാണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പാപത്തെ
പാപത്തെ ഏറ്റുപറഞ്ഞ് ക്ഷമായാചനം ചെയ്ത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച ഈ പുറജാതികളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തത് പത്രോസിന് ഒരു സാക്ഷ്യമായിട്ടാണ്. ഇറ്റ് വാസ് എ സൈൻ for Peter and the people who came with him, saying that I have accepted these people. ഈ പുറജാതിക്കാരെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതാണ് പത്രോസിനോട് ആ ദർശനത്തിൽ കൂടെ കാണിച്ചത്. പത്രോസെ, ആരെയും നീ മലിനമെന്ന് വിചാരിക്കരുത്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാണിച്ചത്. ഞാൻ ഇവരെ ശുദ്ധീകരിച്ചിരിക്കുന്നു, അവരിൽ മലിനമല്ല, അവരെൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാണ്, സഭയുടെ ഭാഗമാണെന്ന് കാണിച്ചു. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞപ്പോഴാണ് പത്രോസ് പറയുന്നത്, അതിൻ്റെ 47-ാം വാക്യത്തിൽ, ക്യാൻ എനി വൺ ഫോർബിഡ് വാട്ടർ ദാറ്റ് ദീസ് ഷുഡ് നോട്ട് ബി ബാപ്റ്റൈസ്ഡ് ഹു ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ് ആസ് വി ഹാവ്. നമ്മളെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച് ഇവരെ ഇനിയും സ്നാനപ്പെടുത്തരുതെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? സമ്പൂർണമായൊരു തെളിവ് ദൈവം അവിടെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ സമയം ഓൾമോസ്റ്റ് തീരുകയാണ്. ദൈവത്തിൻ്റെ പൈതലേ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. അവിടെ പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞത്? ആൻഡ് ഹീ കമാൻഡഡ് ദം ടു ബി ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അവിടെ അവരെ സ്നാനപ്പെടുത്തുവാൻ ഇനിയും വന്ന്, അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ നിങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ചിട്ട് ഞാൻ നിങ്ങളെ കുറച്ചുകൂടെയൊക്കെ വചനമൊക്കെ പഠിപ്പിച്ച് ഒന്നുകൂടെ ഒന്ന് ശരിയാക്കിയിട്ട് സ്നാനപ്പെടുത്താമെന്നുള്ളതല്ല. അവിടെ വെച്ച് തന്നെ അവർ സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു വിഷയം, ഒരു സ്നാനത്തിൻ്റെ ഞാൻ ദൈവവചനത്തിൽ പഠിപ്പിക്കേണ്ടെന്നല്ല പറയുന്നത്. എന്നാൽ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ സാധിക്കും. പിന്നീടാണ് ആത്മാവിൽ ഉള്ള വളർച്ചയും ആത്മാഭിഷേകവും ആത്മാവ് വന്നു കഴിയുമ്പോൾ ഉള്ള ആ വളർച്ചയും നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിക്കൊണ്ട് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഇന്ന് നമ്മൾ പഠിച്ച വിഷയം 3 കാര്യങ്ങൾ. 1, ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ഓഫ് ഓൾ. പത്രോസിൻ്റെ ആ മെസ്സേജ് കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ മെസ്സേജ് കേട്ടതിന് ശേഷം എന്ത് സംഭവിച്ചു? എല്ലാവരുടെ മേലും കേട്ടിരുന്ന സകലരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അതിന് ഞാനെന്നല്ല, പലരും പറയുന്നുണ്ട്, ജെൻറ്റൈൽ പെന്തക്കോസ്റ്റ്. ആദ്യത്തെ പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് യഹൂദന്മാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നപ്പോൾ. അന്ന് യെരുശലേമിൽ ആ പെന്തക്കോസ്റ്റ് നാളിൽ വന്നവരെ പ്രജാതികളല്ല, ലോകത്തിന് നാനാഭാഗങ്ങളിൽ നിന്നും യെരുശലേമിൽ നിന്നുമുള്ള യഹൂദന്മാർ ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ അവരാണെന്ന് അന്ന് അവിടെ ഉണ്ടായിരുന്ന 120 പേര്, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. എന്നാൽ അവരെല്ലാം യഹൂദരായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ ഈ കൊർന്നല്യോസിൻ്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വന്നത്, ഹല്ലേലൂയ, പുറജാതികളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വലിയൊരു സുവിശേഷത്തിൻ്റെ ഭയങ്കര ഒരു അത്ഭുതമാണ്. അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ ഒരു കംപ്ലീഷൻ, പൂർത്തീകരണമാണ്. എബ്രഹാം, ഇൻ യു ഓൾ ദ നേഷൻസ് ഷാൽ ബി ബ്ലസ്ഡ്. നിന്നിൽ കൂടി അനേകം രാജ്യങ്ങൾ നല്ല വംശങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ ആ രക്ഷ യഹൂദന് മാത്രമേ ഉള്ളെന്ന് വിചാരിച്ച് യഹൂദൻ ഇരിക്കുമ്പോൾ അല്ല, ഞാൻ ഇൻ യു ഓൾ ദ നേഷൻസ് ഷാൽ ബി ബ്ലസ്ഡ് എന്ന് പറഞ്ഞ ആ വലിയ അനുഭവം, ആ മിസ്റ്ററി വാസ് റിവീൽഡ് ടു പീറ്റർ. ഈ പുറജാതികളുടെ രക്ഷയും അവരുടെ വളർച്ചയും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും അതിൻ്റെ മിസ്റ്ററി പൗലോസിനാണ് ദൈവം അധികമായിട്ട് വെളിപ്പെടുത്തി കൊടുത്തെങ്കിലും ഒരു പുറജാതിയെ ആദ്യമായിട്ട് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതാ പത്രോസിനെ ദൈവം ആ മിനിസ്ട്രിക്ക് വേണ്ടി ഏൽപ്പിച്ചു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ കർത്താവുമായിട്ടുള്ള സംഭാഷണത്തിൽ നീ സകലതും വിട്ട് എന്നെ പിന്തുടരുക, എൻ്റെ ഡിസൈപ്പിൾ ആകണമെന്നുണ്ടെങ്കിൽ, എൻ്റെ ശിഷ്യനാകുന്നുണ്ടെങ്കിൽ തന്നെത്താൻ ചതിച്ച് സകലതും വിട്ട് എന്നെ പിന്തുടരണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പത്രോസ് കർത്താവിനോട് ചോദ്യം ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ സകലതും വിട്ട് നിന്നെ പിന്തുടർന്നു, എല്ലാം വിട്ടായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, യു ഷാൽ റിസീവ് ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, സിസ്റ്റർ, എവറിഥിങ്
യു ഹാവ് ലെഫ്റ്റ് ആൻഡ് മോർ, നിങ്ങൾക്ക് കൊടുത്തതിനപ്പുറമായിട്ട് തരാമെന്ന് പറഞ്ഞ്, അയ്യോ ഇന്ന് രാത്രി ഒന്ന് ഓർത്ത് നോക്കണമേ, ആ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ എത്ര ഭയങ്കരമായ ഒരു സന്തോഷത്തിൻ്റെ അലകളാണ് ആ അപ്പോസ്തലന്റെ ജീവിതത്തിൽ, അവ കൂടെ വന്നവരുടെ ജീവിതത്തിലും ആ ഭവനത്തിലും കാണാൻ സാധിക്കുന്നത്. ഈ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തത്തിൻ്റെ ആ മിസ്റ്ററി, അതിൻ്റെ രഹസ്യം ഇതാ വെറും ഒരു മുക്കവനായിരുന്ന വ്യക്തിയെ കൊണ്ട് അതിൻ്റെ മിസ്റ്ററി കാണിച്ച് ലോകത്തോട് നിങ്ങൾക്കും എനിക്കും ഇന്ന് ഈ സുവിശേഷവുമായിട്ട് നിൽക്കുവാനും ഈ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാനൊക്കെ ഉള്ള നമ്മളൊക്കെയും ജെൻറ്റൈൽസ് ആയിരുന്നു. ഒരു അനുഭവം ഉണ്ടാക്കി തന്നത് ഈ അപ്പോസ്തലന്റെ കൈകൾ കൂടി ദൈവം സാധിപ്പിച്ചു കൊടുത്തത് എത്ര മഹനീയമായ ഒരു വിഷയമാണെന്ന് ഇന്ന് രാത്രി നമ്മൾ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ജാതികളുടെ ഇടയിൽ പെന്തക്കോസ്. പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു വാക്യം. ജാതികളുടെ ഇടയിലെ പെന്തക്കോസ്. അത് നമ്മുടെ കാര്യമാണ് പറയുന്നത്. ഇവരെ കൊർന്നല്യോസിന്റെ കാര്യം മാത്രമല്ല, നമ്മളാണ് ജാതികളുടെ ഇടയിലെ പെന്തക്കോസ്. അന്ന് തുടങ്ങിയതാണ്. നമ്മളും ജാതികളായിരുന്നു. നമ്മൾ ഇത് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നു, ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് സന്തോഷിക്കാം. അതിനുശേഷം വിശ്വാസ സ്നാനം വളരെയധികം നമ്മൾ അർഹരാണ്. ഞാൻ ഈ വചനം ഈ കഴിഞ്ഞ ഒരു അനേകം ആഴ്ചകളായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയങ്ങളുമായിരുന്നു. ഒരു അനുഭവ സാക്ഷി കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഞാൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഇത് കൊർന്നല്യോസിൻ്റെ ഭവനം ഒരു കുടുംബമായിട്ട് ആണ് മുമ്പോട്ട് വന്നത്. അതുകൊണ്ട് ഈ ചില കുടുംബങ്ങൾ നമ്മുടെ ഈ അടുത്ത സമയത്ത് തന്നെ നമ്മുടെ സഭയിൽ കൂടി കടന്നു വരും, രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞ് ദൈവത്തിന് പകലെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു കുടുംബം, അതിലൊരു വ്യക്തി മാത്രമേ ആ കുടുംബത്തിൽ കർത്താവിനെ സ്വീകരിച്ചുള്ളൂ. ആ ഭവനത്തിൻ്റെ നായകനും അവരുടെ കുഞ്ഞുങ്ങളും ഒരു കുഞ്ഞും എല്ലാം കൂടെ, കുഞ്ഞെന്ന് പറഞ്ഞാൽ ടീനേജ് 10-16 വയസ്സുള്ള വ്യക്തിയെല്ലാം അവർ രക്ഷിക്കപ്പെട്ടു. ആ പ്രിയപ്പെട്ടവനും ഒരു ജാതീയമായ ഒരു അവസ്ഥയിലായിരുന്ന പ്രിയപ്പെട്ടവനും രക്ഷിക്കപ്പെട്ടു. അങ്ങനെ കുടുംബമായിട്ടുള്ള രക്ഷ ഈ പഠിപ്പിച്ചതിൻ്റെ അവസാനം ഞങ്ങളുടെ സഭയിലും കഴിഞ്ഞ ആഴ്ച ഡിസംബർ 24 കാണുവാൻ ഞങ്ങൾക്കിടയായിത്തീർന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് നിങ്ങൾ അനേകരെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് രക്ഷയ്ക്ക് വേണ്ടി. ഈ വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനങ്ങൾ ചില ദിവസങ്ങൾ ഇതാ മുമ്പോട്ട് വരും. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രിയ കർത്താവിൻ്റെ ദാസൻ ഒരു പാസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററുടെ ഒരു ഉത്തേജനത്തിനോട് പറയുകയാണ്, ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി ഒരു ഭവനത്തിൽ സുവിശേഷം അറിയിച്ചു, അവർ തന്നെ സ്വീകരിച്ചില്ല. എന്നാൽ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആ ഭവനത്തിൽ വീണ്ടും പോകാനും സുവിശേഷം അറിയിക്കുവാനും ആ ഭവനം മുഴുവനായിട്ടും കർത്താവിലേക്ക് വരുവാനും ഇടയായിത്തീർന്നു. ദൈവത്തിന് പകരം അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർത്തോണം, നല്ല പ്രവൃത്തികൾ കൊണ്ട് മാത്രം ഒരുത്തിന് വിശ്വാസത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല, ദൈവരാജ്യൻ്റെ ഭാഗമാകാൻ സാധിക്കത്തില്ല. പിന്നെയോ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം. ദൈവം നമ്മെ സുവിശേഷം പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു. ദൂതനെ കൊണ്ട് കൊർന്നല്യോസിനോട് സുവിശേഷം പറയിപ്പിച്ചില്ല, ആ പത്രോസിനെ കൊണ്ടാണ്. അതുകൊണ്ട് സുവിശേഷം, the gospel is entrusted with us, given to us. നമ്മൾ സുവിശേഷം പറയണം. ഇങ്ങനെ ദൂതന്മാർക്ക് പോലും ലഭ്യമാകാതെ പറയാനുള്ള കൃപ ദൈവം നമുക്ക് തന്നതുകൊണ്ട്, വാഴ്ത്തപ്പെട്ട ദൈവത്തിൻ്റെ ഈ മഹത്തായ സുവിശേഷം പ്രസംഗിക്കാൻ നമ്മളെയും ദൈവം വിളിച്ചതുകൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. വെറും മുഖവനായിരുന്ന പത്രോസിനെ കൊണ്ട് ആയിരങ്ങളെ വിടുവിച്ച് ദൈവരാജ്യത്തിൽ കൊണ്ടുവന്നതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി, നിനക്കൊരു പക്ഷെങ്കിൽ BD പഠിത്തമോ MDO ഒന്നുമില്ലായിരിക്കാം. എന്നാലും ഇന്ന് രാത്രി നിന്നെ ഉപയോഗിക്കാൻ കർത്താവിന് സാധിക്കും. അനേകായിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ, സുവിശേഷം പറയുവാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെയും അനുഗ്രഹിക്കും. അതിനുവേണ്ടി കർത്താവ് നിങ്ങളെയും ഉപയോഗിക്കും. അതുകൊണ്ട് എത്രയും വേഗം സുവിശേഷത്തിന് വേണ്ടി മുമ്പോട്ട് പോകുവാൻ നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് പോകാം. അനേകായിരങ്ങളെ കർത്താവിലേക്ക് കൊണ്ടുവരാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ലാലിപുത്ര, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം ഇന്ന് രാത്രിയിലും സഹായിച്ചല്ലോ.
ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ തനിക്ക് അല്പമായ ശാരീരിക അസ്വസ്ഥതകളുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെയും ഇന്ന് രാത്രി ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദത്തോടെ പിരിയാം. നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന നല്ല സന്മനസ്സിനായി സ്തോത്രം. നാളെ വൈകിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും തക്ക സമയത്ത് ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. കർത്താവിന്റെ ദാസി സിസ്റ്റർ ലാലി പ്രാർത്ഥിച്ചാട്ട് അവസാനമായി. സിസ്റ്റർ ലാലി പ്രാർത്ഥിച്ചാട്ട്. Praise God. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീതിമാനായ ദൈവമേ, പിതാവേ, തിരുവാതിരയുടെ സമ്പന്നമായി താഴ്ത്തി സമർപ്പിക്കുന്നു. രാത്രികാലം കർത്താവെ തിരുവചനമായി ഇവിടുത്തെ പാതപടമായിരിക്കാൻ അവിടെ നിങ്ങളെ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവം ഞങ്ങളെ വിടുവിച്ച വിധങ്ങളെ ഓർക്കുമ്പോൾ എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഞങ്ങളുടെ ജീവിതയാത്രയിൽ കർത്താവിന്റെ വിടുതലിന്റെ കരം ഞങ്ങൾ ഹല്ലേലൂയ അനേകരിലേക്ക് പകരുവാൻ ദൈവം ഞങ്ങളെ വിടുവിച്ച ഹല്ലേലൂയ വീണ്ടെടുപ്പ് ഹല്ലേലൂയ അനേകരിലേക്ക് പകരുവാൻ, അനേകരെ നിങ്ങളിലേക്ക് നേടിയെടുക്കുവാൻ തക്കണം കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടതായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും ബലവും ഞങ്ങളിൽ ഓരോരുത്തരിലും പകർന്ന് കർത്താവ് ഞങ്ങളെ വഴുതണത്തിനെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം വചനം പഠിപ്പിച്ചതായ ദൈവദാസനെ കുടുംബമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണം, സഹായിക്കണം. ശമാർന്ന എല്ലാ ദൈവവും കർത്താവ് പകരുമാകണമേ. ദാസന്റെ ശരീരാത്മതകളെ ബലപ്പെടുത്തണം. പൂർണ്ണ സൗഖ്യത്തോടെ ബലത്തോടെ ആയിരിക്കാൻ എന്റെ കർത്താവ് സഹായിക്കണം. വചനം ഹല്ലേലൂയ കേട്ട് പഠിച്ചതായ എല്ലാ സ്റ്റുഡൻസിനെയും എല്ലാ ദൈവദാസന്മാരെ കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കൃപയുടെ മറവിൽ എല്ലാവരെയും മറച്ചാട്ട് കർത്താവെ. ഷാജി പാസ്റ്റർക്കായ ലാലു പാസ്റ്റർക്കായ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ സൂക്ഷിക്കണം. രാത്രി കാലം കർത്താവെ ഹല്ലേലൂയ കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർത്തിരിക്കാൻ സ്തോത്രം. വരും കാലങ്ങളിൽ അനേകരെ നിങ്ങളിലേക്ക് നേടിയെടുക്കാൻ കർത്താവ് ഞങ്ങളെ പിന്നെയും സഹായിക്കണം. ദൈവകരങ്ങളിൽ പിന്നെയും ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുവിന്റെ കൃപയും വിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും പ്രത്യേകാലം ക്ലാസ് എടുത്ത കർത്താവിന്റെ ദാസനോടും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് വീണ്ടും കാണാം. സ്തോത്രം. God bless you all. Praise the Lord. Thank you for praying for me also. Praise God.